നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇറാഷണൽ നമ്പറിനെ പറ്റിയിട്ട് നമ്മൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ചേർന്നതാണ് നമ്മുടെ റിയൽ നമ്പേഴ്സ് നമുക്കറിയാം. അപ്പോൾ റാഷണൽ നമ്പറിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിച്ചതാണ്. അതിന് ഇറാഷണൽ നമ്പറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. √2, അതേപോലെ തന്നെ √3, √5, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ √p. എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പ്രൂവ് ചെയ്യുക, ആ ഒരു സെക്ഷനാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ √p എന്നാണ് നമ്മൾ ജനറലായിട്ട് എടുക്കുക. p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 2 തിയറി ഉണ്ട്. ഇറാഷണൽ നമ്പേഴ്സ് നമുക്കറിയാം ഇതൊക്കെയാണ്. അതുപോലെ പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. പിന്നെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ p/q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നത് റാഷണൽ നമ്പറും p/q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റാത്തതാണ് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. q 0 ആവാൻ പാടില്ല. പിന്നെ √2, √3, √5, അതുപോലെ പൈ, അതൊക്കെ നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സാണ്. ഇനി നമ്മളിവിടെ മെയിനായിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത് √2 ഒരു ഇറാഷണൽ നമ്പറാണ്, √3 ഒരു ഇറാഷണൽ നമ്പറാണ് ഒക്കെ പ്രൂവ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മളിതിന് മുന്നേ ഒരു തിയറം പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു തിയറം പഠിക്കാം, തിയറം 1.2. അതായത് p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ഇഫ് p ഡിവൈഡ്സ് a²നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ p ഡിവൈഡ്സ് a ആയിരിക്കും. എനെയും അത് ഡിവൈഡ് ചെയ്തിരിക്കും. a² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനെയും ഡിവൈഡ് ചെയ്തിരിക്കും. a എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഈ ഒരു തിയറാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൂഫ് എന്ന് പറയുന്നത് അത്ര ഇതായിട്ടൊന്നുമില്ല. നമ്മളതിന് എനെ ഇവിടെ p ഡിവൈഡ്സ് a² ദെൻ p ഡിവൈഡ്സ് a എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനെ നമുക്ക് എന്തായിട്ട് എഴുതാം, ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ട് എഴുതാം. അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ ഫോമിൽ എഴുതാം. അതായത് a = നമുക്കറിയാം p1, p2, p3 എക്സെട്ര pn. അപ്പോൾ p1, p2, p3 എത്ര പ്രൈം നമ്പർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എഴുതും. ചിലപ്പോൾ 2 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 3 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഒരു നമ്പറിനെ എഴുതുക അല്ലേ. അപ്പോൾ a = p1, p2, p3 എക്സെട്ര pn. ഇതിൽ p1, p2 എന്നൊക്കെ പറയുന്നത് എന്താണ്, എല്ലാം പ്രൈം നമ്പറുകളാണ്. അപ്പോൾ ഇതിൽ a² എന്ന് പറയുമ്പോൾ എന്ത് വരും, a² എന്ന് പറയുമ്പോൾ p1 × p2 × എക്സെട്ര pn മൾട്ടിപ്ലൈഡ് വിത്ത് അഗെയിൻ ഒരു പ്രാവശ്യം കൂടി അല്ലേ, p1, p2 എക്സെട്ര വിത്ത് pn. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, p1² p2² എക്സെട്ര pn² അല്ല. ഓരോന്നിനും നമുക്കിതുപോലെ സ്ക്വയർ കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ p1² p2² എക്സെട്ര pn². അപ്പോൾ ഇതാണ് നമ്മുടെ a². ഇനി ഇവിടെ നമുക്ക് തിയറത്തിലെ ആദ്യത്തെ പോർഷനിൽ തന്നിട്ടുണ്ട് p ഡിവൈഡ്സ് a² ആണെങ്കിൽ p ഡിവൈഡ്സ് a. അപ്പോൾ p ഡിവൈഡ്സ് a² എന്നുള്ളത് നമുക്ക് ഇവിടെ എടുക്കാം അല്ലേ. p ഡിവൈഡ്സ് a² അല്ലേ, p ഡിവൈഡ്സ് a² എന്നുള്ളത് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, p എന്ന് പറയുന്നത് p ഡിവൈഡ്സ് a² എന്ന് പറയുന്നത് ഈ p1² p2² എക്സെട്ര pn² ആണ്. അപ്പോൾ p ഡിവൈഡ്സ് ഈ p1² p2² എക്സെട്ര pn² ആണെങ്കിൽ ഈ p എന്ന് പറയുന്നത് ഈ a²ൻ്റെ ഏതെങ്കിലും ഒരു പ്രൈം ഫാക്ടറായിട്ട് വരണ്ടേ. പ്രൈം ഫാക്ടർ ആവുമ്പോഴാണല്ലോ അതെന്താവുന്നത്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പം p എന്ന് പറയുന്നത് ഇതിലെ ഏതെങ്കിലും, ഇതിൻ്റെ a² ഒരു പ്രൈം ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറത്തിൽ നമ്മൾ പറയുന്നുണ്ട് യുണീക്ക്നെസ്. നമുക്ക് ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷനായിട്ട് എഴുതുമ്പം അത് ഒറ്റ രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരു നമ്പറിന് 2 or 3 തരത്തിലുള്ള പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ല അല്ലേ, യുണീക്കാണത്. അപ്പം p ഡിവൈഡ്സ് a² ആണെങ്കിൽ p എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൈം പ്രൈം ഫാക്ടർ ആയിരിക്കും. പിന്നെ യുണീക്ക്നെസ്സും കൂടി ആവുമ്പോൾ p എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു p1ഓ p2ഓ p3ഓ അത് ഏതെങ്കിലും ഒന്ന് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, a = p1, p2 എക്സെട്ര pn എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് p ഡിവൈഡ്സ് a എന്ന് പറയാൻ പറ്റും. ഇനി നമുക്കിവിടെ അപ്പോൾ ഈ ഒരു തിയറം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. p ഡിവൈഡ്സ് a² ആണെങ്കിൽ p ഡിവൈഡ്സ് a. നിങ്ങൾ അത്രയും ഓർത്താൽ മതി, അധികം പ്രൂഫിലേക്ക് പോകണ്ട. ഇനി നമ്മളിവിടെ അടുത്ത് തെളിയിക്കാൻ പോകുന്നത് √2
നമ്മുടെ അടുത്ത തിയറം 1.3 എന്ന് പറയുന്നത് √2 ഈസ് ഇറാഷണൽ. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ, ഇപ്പോൾ √2ഓ √3ഓ √5 അല്ലെങ്കിൽ ഇതുപോലെ ഏതൊരു നമ്പറും ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. എന്തുപയോഗിക്കുന്നത്? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. അങ്ങനെയാണ് നമ്മൾ ഈ എല്ലാ പ്രൂഫും, അതായത് ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഈ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏത് നമ്പർ ചോദിച്ചാലും നമ്മളവിടെ എന്ത് ചെയ്യും? √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എടുക്കണം? √2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. പിന്നെ നമ്മൾ റാഷണൽ നമ്പർ ആണെങ്കിൽ റാഷണൽ നമ്പർ പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? അങ്ങനെ ഉപയോഗിച്ച് നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് ചെയ്തതിലൊരു തെറ്റ് സംഭവിക്കും. അപ്പോൾ നമ്മളെടുത്ത എന്തോ ഒരു സംഭവം അവിടെ തെറ്റാണ്. എന്താണ് നമ്മളെടുത്ത അസംപ്ഷൻ? √2 റാഷണലാണ് നമ്മളെടുത്തത് തെറ്റാണ്. അപ്പോൾ എന്താ ആ ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ √2 റാഷണൽ ആവാൻ സാധ്യതയില്ല, അതെന്താണ് ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണത്. ഏതൊരു നമ്പർ ഇതേപോലെ തന്നെയാണ് പ്രൂവ് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് എന്താണ്? നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പോവുകയാണ് എന്ത്? √2 ഈസ് റാഷണൽ. നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുകയാണ്. √2 ഇറാഷണൽ ആണെങ്കിൽ നമ്മളതിൻ്റെ കോൺട്രഡിക്ഷൻ എടുത്തു. √2 ഈസ് റാഷണൽ എന്ന് പറഞ്ഞിട്ട് എടുത്തു, നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കൊരു p/q ഫോമിൽ എഴുതാൻ പറ്റൂലേ? അപ്പം എസ് സച്ച് ദാറ്റ് √2 ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ r/s എന്ന് എടുത്തു അല്ല, p/qന് പകരം ഇവിടെ r/s. ഇനി r-ലും s-ലും കോമൺ ഫാക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ കോമൺ ഫാക്ടർ ഉണ്ട് 1 അല്ലാതെ. ഇപ്പോൾ നമ്മളൊരു 2/6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ 2 കോമൺ ഫാക്ടർ ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 ആവും. അപ്പോൾ ഈ r-ലും s-ലും ഇതുപോലെ കോമൺ ഫാക്ടർ ഉണ്ട് 1 അല്ലാതെ. അപ്പോൾ നമ്മൾ ആ കോമൺ ഫാക്ടർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ √2നെ a/p എന്ന് എഴുതി. കണ്ടോ? a/p. ഈ a/p എഴുതുമ്പോൾ എയിലും പിയിലും ഇനി കോമൺ ആയിട്ട് ഒന്നുമില്ല. ഇപ്പോൾ 1/3 അല്ലെങ്കിൽ ഒരു 2/3 ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. 2ലും 3നും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം √2 ഈസ് ഈക്വൽ ടു a/b. ഈ എയും ബിയും എന്താണ്? കോപ്രൈമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു √2 ഈസ് ഈക്വൽ ടു a/b ന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. b√2 ഈസ് ഈക്വൽ ടു a അല്ലേ? ബീനെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി b√2 ഈസ് ഈക്വൽ ടു a. ഇനി നമ്മളിതിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? ബിയുടെ സ്ക്വയർ b സ്ക്വയർ, √2ൻ്റെ സ്ക്വയർ 2 അല്ലേ? √2 × √2 2 ആണ്. അപ്പോൾ 2b² ഈസ് ഈക്വൽ ടു എയുടെ സ്ക്വയർ a സ്ക്വയർ. അപ്പോൾ 2b² ഈസ് ഈക്വൽ ടു a സ്ക്വയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2b² ഈസ് ഈക്വൽ ടു a സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം 2 ഡിവൈഡ്സ് a സ്ക്വയർ. കാരണം a സ്ക്വയർ എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 ഡിവൈഡ്സ് a സ്ക്വയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചൊരു തിയറി ഉണ്ടായിരുന്നല്ലോ, എന്താണ്? p ഡിവൈഡ്സ് a സ്ക്വയർ ആണെങ്കിൽ p ഡിവൈഡ് എയും ആയിരിക്കും. അപ്പോൾ 2 ഡിവൈഡ്സ് a സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ മുന്നത്തെ തിയറം വെച്ച് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു എന്തെന്ന് എഴുതാം? എ എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? കാരണം അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. a ഈസ് ഈക്വൽ ടു 2c ഫോർ സം ഇൻറ്റിജർ c. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ വാല്യൂ നമുക്ക് എവിടെ കൊണ്ടുപോയി കൊടുക്കാം? ഈ 2b² ഈസ് ഈക്വൽ ടു a സ്ക്വയറിൽ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2b² ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് 2c ആണ്. ഇവിടെ a സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ 2c², അതായത് 4c². അപ്പോൾ 2b² ഈസ് ഈക്വൽ ടു 4c² എന്ന് കിട്ടി. അപ്പോൾ ഇതുവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ 2 ഇവിടെ കോമൺ ആയിട്ട് വരും അല്ലേ? അപ്പോൾ b² ഈസ് ഈക്വൽ ടു 2c² എന്ന് കിട്ടി. എന്ത് കിട്ടി? b² ഈസ് ഈക്വൽ ടു 2c² എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? b² ഈസ് ഈക്വൽ ടു 2c² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? 2 ഡിവൈഡ്സ് b² അല്ലേ? 2 ഡിവൈഡ്സ് b². നെ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡ്സ് b². അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മറ്റേ തിയറി അനുസരിച്ച് എന്ത് പറയാം? 2 ഡിവൈഡ്സ് b അല്ലേ? 2 ഡിവൈഡ്സ് b² ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? 2 ഡിവൈഡ്സ് b. ഇതിന് മുന്നേ നമ്മൾ എന്ത് പഠിച്ചു? അല്ല, എന്ത് കിട്ടി നമുക്ക്? 2 ഡിവൈഡ്സ് a എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ ചെയ്തു വന്നപ്പോൾ അവിടെ എന്ത് കിട്ടി?
2 ഡിവൈഡ്സ് ബി എന്ന് കിട്ടി. 2 ഡിവൈഡ്സ് എയും കിട്ടി, 2 ഡിവൈഡ്സ് ബിയും കിട്ടി. നമ്മൾ എടുത്ത സമയത്ത് എയും ബിയും എന്താണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? എയും ബിയും കണ്ടപ്പോൾ 2/3 പോലെയാണ് അല്ലേ? അതായത് അവ തമ്മിൽ യാതൊരു കോമൺ ഫാക്ടറും എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നല്ലേ? A/Bയിലെ യാതൊരു കോമൺ ഫാക്ടറും ഇല്ല. ഇവിടെ ഇപ്പോൾ 2 ഡിവൈഡ്സ് എയും കിട്ടി, 2 ഡിവൈഡ്സ് ബിയും കിട്ടി. അപ്പോൾ അവിടെ ആരുണ്ട് കോമൺ ആയിട്ട്? ഒരു 2 വരുന്നുണ്ട് അല്ലേ? 2 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോമൺ ഫാക്ടർ, അറ്റ്ലീസ്റ്റ് 2. ഇനി വേറെ കോമൺ ഫാക്ടർ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്തതിൽ ഇപ്പോൾ 2 അതിൻ്റെ ഒരു കോമൺ ഫാക്ടറായിട്ട് വരും അല്ലേ? 2 ഈസ് എ കോമൺ ഫാക്ടർ. അതാവാൻ പാടുണ്ടോ? നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എനെയും ബിനെയും എടുത്തത് അല്ലേ? പക്ഷേ ഇവിടെ ചെയ്തു വന്നപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? എയുടെയും ബിയുടെയും ഒരു കോമൺ ഫാക്ടറായിട്ട് 2 അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്? ഇതവിടെ കോൺട്രഡിക്റ്റ് ചെയ്യാണല്ലേ? എയിലും ബിയിലും നോ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അപ്പോൾ നമ്മളെടുത്ത അസംഷൻ എന്തായിരുന്നു? √2 ഈസ് റാഷണൽ എന്ന് പറഞ്ഞ് നമ്മളെടുത്ത ഈ അസംഷൻ തെറ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തെറ്റായൊരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ പറയണം നമ്മളെടുത്ത അസംഷൻ തെറ്റിപ്പോയി, √2 എന്നുള്ളത് റാഷണൽ നമ്പർ അല്ല. എന്താണ്? അപ്പോൾ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ് √2 ഈസ് ഇറാഷണൽ നമ്പർ. അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇനി ഏത് നമ്പർ ചോദിച്ചാലും നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇനി √3യോ √5 അല്ലെങ്കിൽ 2 + √3 അങ്ങനെയൊക്കെ നമ്പർ വരുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ കൂടെ പോയിട്ട് റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യണം. ഇതുപോലെ ഒരു A/FB എന്നോ അങ്ങനെ ഒരു നമ്പർ എടുക്കണു, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു, ഇതേപോലെ ആ തിയറി അപ്ലൈ ചെയ്യണു. ഈ നമ്മളിങ്ങനെ ഒരു കോൺട്രഡിക്ഷനിൽ എത്തുക. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ അത് റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പർ. അപ്പോൾ ഏത് നമ്പർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ബാക്കി എക്സാമ്പിൾസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.